30 ദിവസം കൊണ്ട് 6 പാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. യെസ്, ഇത് ശരിക്കും പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയത്തില്ല ഈ വീഡിയോയുടെ അവസാനം എന്തായിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷനിങ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. സോ ടുഡേ ഈസ് ഡേ 1. അപ്പോൾ 30 ഡേയ്സിൽ 6 പാക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ചലഞ്ചിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറേ നാളായിട്ട് ചെയ്യാതിരുന്ന കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ പഴയ കണക്ക് വീണ്ടും എടുക്കുക. ഞാൻ ഇപ്പം കുറേ നാളായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളായിരുന്നു. ഇപ്പോൾ ഹാൻഡ് സ്റ്റാൻഡൊക്കെ പണ്ട് നല്ലോണം ചെയ്യുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊരു ആഗ്രഹം കാരണം വീണ്ടും ട്രൈ ചെയ്ത് നോക്കുകയാണ്. സോ ബാലൻസിങ് ഇച്ചിരി ഇഷ്യൂ ഉണ്ട്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ 30 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാക്കാം. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 30 ഡേയ്സിൽ ആപ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി ആപ്സ് ഡെവലപ്ഡ് ഉണ്ട്. മസിൽ മാസ് കുറച്ച് കുറവാന്നേ ഉള്ളൂ. അതൊന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് കുറയുമ്പോഴത്തേക്ക് അത് വിസിബിലിറ്റി ആയി വരും. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ മസിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ബിഗിനറായിട്ടുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കരുത് ഞാൻ 30 ഡേയ്സ് കൊണ്ടാണ് എൻ്റെ ബോഡി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഇതാണ് എൻ്റെ കറണ്ട് ഫിസിക് ബോഡി കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഞാൻ നല്ല രീതിയിൽ കോറൊക്കെ ടൈറ്റ് ചെയ്ത് നിൽക്കുവാണ്. എൻ്റെ ആപ്സൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഇപ്പം നല്ല രീതിയിൽ കൂടി നിൽക്കുക. 82 kgs ആണ് എൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ഡേയ്സ് കൊണ്ട് നമുക്ക് എത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ശ്രമിച്ച് നോക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് 30 ഡേയ്സ് ഓഫ് വീഡിയോ. നാച്ചുറലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. എക്സ്ട്രാ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് അത് തന്നെയാണ് ചെയ്യുന്നത്. ഫാസ്റ്റ് ഫുഡും പാക്കറ്റഡ് ഫുഡ് ഐറ്റംസും സ്വീറ്റ്സും മാത്രമേ ഞാൻ കറൻ്റ്ലി ഫസ്റ്റ് പാർട്ടിൽ കട്ട് ചെയ്യുന്നുള്ളൂ. സോ അതിനുശേഷം തന്നെ എൻ്റെ ബോഡി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപോകാം. സോ ഇത് ഓർമ്മ വെച്ചോ. ഈ ബെല്ലി ഫാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോവാൻ നോക്കാം. നെക്സ്റ്റ് 30 ഡേയ്സ് കൊണ്ട് മാക്സിമം പറ്റുന്നത്രയും റിസൾട്ട്സ് കണ്ടുപോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചാലഞ്ച്.